ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയുണ്ട്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ ബ്രേക്ക് ലൈനറൊക്കെ കമ്പനി ലൈനർ കിടക്കണം, അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ തൽക്കാലം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ നമ്മളതിൻ്റെ ചെയിൻ്റെ ഭാഗം നമ്മൾ നോക്കണുണ്ട്. അപ്പോൾ ചെയിൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലൂസായിട്ടുണ്ട്, പക്ഷേ ടൈറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യുക, അതിന് ശേഷം നമുക്ക് ഓയിലൊക്കെ കൊടുത്ത് ക്ലിയർ ചെയ്തിടുക. പിന്നെ നമുക്ക് ഈ സൈഡിൽ പ്ലഗ് റബ്ബറും അതിൻ്റെ സ്പോക്കറ്റ് സൈഡിൽ ഓയിൽ സീലും കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൈഡിലൊരു ലീക്കേജ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് അഴിച്ച് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ക്ലിയർ ആയിക്കോളും. പിന്നെ അതുപോലാതെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് നോക്കണുണ്ട്. ഒന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കിയിട്ടാൽ മതി, കാര്യമായ മോശമൊന്നും പറയാറായിട്ടുള്ള. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറണുണ്ട്. ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് കംപ്ലൈൻറ്റ് ഉണ്ട്. അതായത് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ചെറിയ ഗട്ടറിൽ ചാടിയാൽ പോലെ ഒരു ഷെയ്ക്കൊക്കെ വരുന്നുണ്ട്, അത് വീൽ ബെയറിങ്ങിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ട്. പിന്നെ അത് കൂടാതെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് ഫുള്ള് തീർന്നേക്കാണ്. ഫുള്ള് തീർന്നിട്ട് ശരിക്കും ഈ ഡിസ്ക് പ്ലേറ്റുമേക്ക് കയറി ടച്ചായി തുടങ്ങിയായിരുന്നു. ഓൾറെഡി നമുക്ക് പ്ലേറ്റിന് ചെറിയൊരു തേമാനമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ തൽക്കാലം നമുക്ക് ബ്രേക്ക് പാഡ് മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ലെവലൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ. ഇഗ്നീഷൻ സ്വിച്ച് താക്കോൽ സെറ്റിൻ്റെ ഒരു ലൂസ് കോൺടാക്റ്റ് കാണിക്കുന്നുണ്ട്. അത് ഇഗ്നീഷൻ സ്വിച്ച് ഒന്ന് അഴിച്ചിട്ട് ഫുള്ളായിട്ട് അതിൻ്റെ കോൺടാക്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടണം നമുക്ക്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് സ്പാർക്ക് പ്ലഗ് ഇച്ചിരി ടൈറ്റ് കൂടുതലാണ്, ഓവർ ടൈറ്റ് ആയിട്ട് നിൽക്കണേ. ഓവർ ടൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, നമ്മളിത് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഈ ഹെഡിൻ്റെ ഭാഗം ശരിക്കും ഹീറ്റ് ആകുമ്പോൾ പ്ലഗും അതിലെ ത്രെഡൊക്കെ അതിൽ എക്സ്പാൻഡ് ആവും. അപ്പോൾ ഓൾറെഡി അങ്ങനെ ടൈറ്റ് ആകും. നമ്മൾ ഒരുപാട് ബലം പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒടിയാനുള്ള സാധ്യതയുണ്ട്. തൽക്കാലം വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ നിലനിർത്താം നമുക്ക്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ കേബിൾ ചെറുതായിട്ട് ലോഡായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ക്ലച്ച് കേബിളൊന്ന് മാറ്റിയിടാം. ബാറ്ററി നമ്മൾ 2022 മോഡൽ ബാറ്ററിയാണ് ഇതും ഇരിക്കണേ, ആമറോണിൻ്റെ ബാറ്ററിയാണ്. വോൾട്ടൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 12.86 റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. 12.86 റേഞ്ചിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ അതിൽ നമുക്ക് അതിൻ്റെ വാല്യൂസായിട്ട് കാണിക്കുന്നത് ഓക്കെ ആയിട്ടാണ്, വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് ആക്സിലേറ്റർ കേബിൾ ക്ലച്ചിൻ്റെ കേസ് കേബിളുകൾ ചെക്ക് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്സിലേറ്റർ കേബിൾ വലിയ പ്രശ്നമില്ല. ക്ലച്ചിൻ്റെ കേബിൾ ചെറുതായിട്ട് ഔട്ടർ വലിഞ്ഞ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇല്ലാത്തൊരു കണ്ടീഷനിലേക്ക് ആയിട്ട്, അതുകൊണ്ടാണ് ക്ലച്ച് കേബിൾ മാറണം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേ. ആ വീഡിയോ ഒന്ന് കാണാം, കണ്ട് നോക്കിയിട്ടൊന്ന് പറയാം. അതേപോലെ തന്നെ ബ്രേക്ക് പ്ലേറ്റിൻ്റെ കേസ്, ഡിസ്ക് പ്ലേറ്റ് കംപ്ലൈൻറ്റ് ഉണ്ട്. തൽക്കാലം നമ്മളത് അങ്ങനെ തന്നെ നിലനിർത്താം കേട്ടോ. അത് ഏകദേശം നമുക്കൊരു 1400 നമുക്ക് അതിന് കോസ്റ്റ് വന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പ്ലേറ്റ് കംപ്ലൈൻ്റ് ആണ്, മാറ്റുമ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് മാറ്റി പോകണം നല്ലത്. പിന്നെ തൽക്കാലം വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് മാത്രം കേട്ടോ. ഞാൻ അതിൻ്റെ ഡിസ്ക് പ്ലേറ്റ് ഉൾപ്പെടുത്തുന്നില്ല, അതല്ലാതെ കൊണ്ടുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം.